ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിൽ അപമാനം ഭയന്ന് യുവാവ് ജീവനൊടുക്കിയതിൽ വീഡിയോ പ്രചരിപ്പിച്ച യുവതിക്കെതിരെ നടപടി വേണമെന്ന് ടി സിദ്ദിഖ് എംഎൽഎ. ദീപകിന്റേത് ഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ട സമൂഹം കാണിക്കേണ്ട മര്യാദകൾക്കുള്ള രക്തസാക്ഷിത്വമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരാളുടെ ജീവിതം തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ആയുധം. ശരി തെറ്റുകൾ അറിയാതെ ലോകം ഒരാൾക്കെതിരെ തിരിയും. ചിലർക്ക് താങ്ങാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ദീപകിന് അതിന് കഴിഞ്ഞില്ലെന്നും അപമാനഭാരത്തിൽ അവൻ പോകാൻ തീരുമാനിച്ചെന്നും സിദ്ദിഖ് ഫേസ്ബുക്കിൽ കുറിച്ചു. ദീപകിന്റെ മാതാപിതാക്കൾക്ക് നീതി വേണമെന്നും യുവതിക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകണമെന്നും എംഎൽഎ ആവശ്യപ്പെട്ടു. ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ഹൃദയം പൊട്ടിയുള്ള ആ അമ്മയുടെ കരച്ചിലാണ് രാവിലെ കണ്ടത്. ആകെയുണ്ടായിരുന്ന പൊന്നുമോൻ തന്റെ മുന്നിൽ മരിച്ചു കിടക്കുന്നത് എന്തിനെന്ന് പോലും അറിയാതെ ആ അമ്മ. എൻ്റെ മുത്തില്ലാതെ ഈ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് എൻ്റെ വാവയ്ക്ക് അറിയില്ലേ? എന്തിനാ വാവേ ഇത് ചെയ്തത്? എൻ്റെ കുട്ടീൻ്റെ മുഖമൊക്കെ മാറിപ്പോയല്ലോ. എന്തിന് പാവമായിട്ട് ചെയ്തത്? എന്തിന് വാവേ ഇത് ചെയ്തത്? ആകെ ഒരു മകനേയുള്ളൂ. അച്ഛൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹൃദയം തകർന്ന വാക്കുകൾ കിട്ടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചൊന്നാളിപ്പോയി. ആരുണ്ടവർക്കിനി? കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. എത്ര നിസ്സാരമായിട്ടാണ് ഒരു പാവം യുവാവിൻ്റെ ഒരു ജീവൻ നഷ്ടമായത്. സോഷ്യൽ മീഡിയ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഒരാളുടെ ജീവിതം തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ആയുധം. ശരിതെറ്റുകൾ അറിയാതെ ലോകം ഒരാൾക്കെതിരെ തിരിയും. ചിലർക്ക് താങ്ങാൻ കഴിഞ്ഞേക്കും. എന്നാൽ ദീപകിന് അതിന് കഴിഞ്ഞില്ല. അപമാനഭാരത്താൽ അവൻ പോകാൻ തീരുമാനിച്ചു. തകർത്തത് ഒരു കുടുംബത്തിന്റെ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. ഇനി വൈകുന്നേരങ്ങളിൽ മകൻ വരുന്നത് നോക്കിയിരിക്കാൻ ആ അമ്മയ്ക്ക് കഴിയില്ല. അച്ഛന് കഴിയില്ല. ഒരു തണൽ മരമാണ് കൊഴിഞ്ഞു പോയത്. 40 വയസ്സായെങ്കിലും ആ അമ്മയ്ക്ക് അവൻ ഇന്നും അമ്മയുടെ കുട്ടിയാണ്. എന്തിനാണ് തൻ്റെ മകൻ ഇത് ചെയ്തതെന്ന് ആ പാവം അമ്മയ്ക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അവൻ ഒരു തെറ്റും ചെയ്തില്ല എന്ന് ആ അമ്മയ്ക്ക് ഉറപ്പാണ്. ആ വീഡിയോ കണ്ട ലോകം വിലയിരുത്തിയതും അതാണ്. ജീവിതത്തിന്റെ അവസാന കാലത്ത് താങ്ങാവേണ്ട മകൻ മുന്നിൽ അനക്കമില്ലാതെ കിടക്കുമ്പോൾ അവനൊപ്പം പോകാൻ ആഗ്രഹിക്കുന്ന ഒരമ്മയുടെ നിസ്സഹായമായ കരച്ചിൽ ഉള്ളുലയ്ക്കുന്നു. ആ അമ്മയ്ക്ക് നീതി വേണം. ആ നീതി നടപ്പിലാക്കണം. ആ സ്ത്രീക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാവണം. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് ആര് സമാധാനം പറയും? ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ട് അപമാനം താങ്ങാനാവാതെ ദീപക് ജീവനൊടുക്കിയപ്പോൾ സമൂഹം ചിലതൊക്കെ മാറ്റി ചിന്തിക്കേണ്ടിയിരുന്നു. ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കാൻ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണം. ദീപക് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ദീപകിന്റേത് ഭാവിയിൽ സോഷ്യൽ മീഡിയയിൽ വരേണ്ട സമൂഹം കാണിക്കേണ്ട മര്യാദകൾക്കുള്ള രക്തസാക്ഷിത്വമാണ്. ദീപകിന് നീതി വേണം. ഇതാണ് അദ്ദേഹം കുറിച്ചത്. അതേസമയം ദീപകിന്റെ മരണത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. ദൃശ്യം പ്രചരിപ്പിച്ച യുവതിക്കെതിരെ പരാതി നൽകുമെന്ന് ദീപകിന്റെ പിതാവ് പറഞ്ഞു. മകന് നീതി ലഭിക്കണമെന്നും മകന് സംഭവിച്ചത് മറ്റൊരാൾക്കും സംഭവിക്കരുതെന്നാണ് പിതാവ് മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയത്. ബസ്സിനുള്ളിൽ ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് യുവതി ആരോപിച്ചത്.